പാലക്കാട് 24-കാരനെ യുവാവ് കുത്തിക്കൊന്നു. പാലക്കാട് കൊഴിഞ്ഞാമ്പാറ ഒടലപ്പതിയിലാണ് സംഭവം. കേരാമ്പാറ സ്വദേശിയായ 24-കാരൻ ഷെഫീഖിനാണ് ജീവൻ നഷ്ടമായത്. നെൽസൺ കാളവണ്ടിയുമായി പോകുന്നതിനിടെ ബൈക്കിലെത്തിയ ഷെഫീഖിന് വഴി നൽകാത്തതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ആക്രമണത്തിന് കാരണം. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുണെ, ഒരു ക്രൂരമായ കൊലപാതകത്തിന്റെ വിശദാംശങ്ങളാണല്ലോ ഈ ഞായറാഴ്ച നമ്മളെ തേടിയെത്തുന്നത്. എന്താണ് പാലക്കാട് ശരിക്കും സംഭവിച്ചത്? 24-കാരനായ യുവാവിനെ കുത്തിക്കൊന്നത് ഈ ഒരു വിഷയത്തിലുള്ള ഈ ചെറിയൊരു വിഷയത്തിലുണ്ടായ വാക്ക് തർക്കമാണോ, അതോ മറ്റെന്തെങ്കിലും പ്രതികാര ബുദ്ധി ഉണ്ടായിരുന്നോ? എന്താണ് പോലീസ് പറയുന്നത്? അശ്വതി, കാളവണ്ടിയുമായി പോകുന്നതിനിടെ വഴി നൽകാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ഒരു 24-കാരന്റെ ജീവൻ നഷ്ടമാവുന്നതിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറ ഒഴപ്പാതിയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. കേരാമ്പാറ സ്വദേശിയായ 24-കാരൻ ഷെഫീഖാണ് മരിച്ചത്. കേരാമ്പാറ സ്വദേശിയായ നെൽസൺ, ജെൻസൺ എന്നിവരാണ് ആക്രമിച്ചത്. ഈ നെൽസൺ കാളവണ്ടിയുമായി പോകുന്നതിനിടെ ബൈക്കിലെത്തിയ ഷെഫീഖിന് വഴി നൽകിയില്ല. ഇത് ചോദ്യം ചെയ്തതിന് പിന്നാലെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് ഒടുവിൽ കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. ഷെഫീഖിന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് ഇപ്പോൾ ഉള്ളത്. സംഭവത്തിൽ ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രതികളെ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കൂടുതൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, അതായത് ഈ വഴി നൽകാത്തത് സംബന്ധിച്ചുള്ള തർക്കം തന്നെയാണോ, അതിൽ ഉപരി മറ്റെന്തെങ്കിലും മുൻവൈരാഗ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി അന്വേഷിക്കും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതായാലും പാലക്കാട് കൊഴിഞ്ഞാമ്പാറ ഒഴലപ്പതിയിലാണ് ഈ കാളവണ്ടിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് വഴി നൽകാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ 24-കാരനായ യുവാവിനെ കുത്തിക്കൊന്നിരിക്കുന്നത്. ശരി അരുൺ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും കാളവണ്ടിക്ക് പോകാൻ വഴി നൽകിയില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഒരു വാക്ക് തർക്കം ഉടലെടുക്കുന്നത്. പിന്നെ വാക്ക് തർക്കം കയ്യാങ്കളിയിലേക്ക് കലാശിക്കുന്നു. ഒടുവിൽ ഒരു ക്രൂര കൊലപാതകം നടക്കുകയായിരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ പങ്കുവയ്ക്കുന്നത്.